Good morning. It is a continuation of yesterday's motivation theory. The next motivation theory, what we are going to speak is McClelland's need theory of motivation. So, David C. McClelland and his associates has advocated this theory. So, അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് മൂന്ന് ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ നീഡ്സ് ആണുള്ളത് ഒരു മോട്ടിവേഷനുമായി റിലേറ്റ് ചെയ്തിട്ട് മൂന്ന് തരത്തിലുള്ള നീഡ്സിനെ മാസ്ലോ നീഡിനെ തന്നെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആൻഡ് ഈവൻ ദ സെക്കൻഡ് hygiene theory of Herzberg also contributed to the needs of motivation, and here the McClelland also states that there are three needs of motivation. That means the need for achievement, need for power, and again I can say that the need for affiliation. Clear? ഇത് മൂന്നുമാണ് നമ്മളെ പ്രൊമോട്ട് ചെയ്യണത് ഒരു ഓർഗനൈസേഷനിൽ നിലനിൽക്കാനും അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ സ്ട്രൈവ് ചെയ്ത് അച്ചീവ് ചെയ്യാനും പോകുന്ന മൂന്ന് മോട്ടിവേറ്റേഴ്സ്. ഒന്ന് അച്ചീവ്മെന്റും, ഒന്ന് പവറും, ഒന്ന് അഫിലിയേഷനുമാണ്. ക്ലിയർ? ലെറ്റ് us see what is the need for അഫിലിയേഷൻ. ക്ലിയർ? ഇങ്ങനെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അഫിലിയേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഡിസയർ ആണ് സോഷ്യലി എങ്ങനെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യണം, ഹൗ ടു അഫിലിയേറ്റ് വിത്ത് പീപ്പിൾ. ക്ലിയർ? ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ്, very vital role in the behavior of human being, how you get along with the people, how you mingle with the people, how your mingling produce good results. Clear? And എപ്പോഴും എന്താണെന്നറിയോ, ഹൈ അഫിലിയേഷൻ ഉള്ള ആൾക്കാർ എപ്പോഴും കൂടുതൽ പ്ലഷർ ഉണ്ടാവും. They will be having more pleasure when they are being loved, or when they are being avoided they will have more pain. ചില ആൾക്കാർ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇമോഷണലി അൺസ്റ്റേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അഫിലിയേഷൻ ഒരു ഇതാണ്. കാരണം എപ്പോഴും അവർക്ക് ആരെങ്കിലും ഒരാൾ കൂടെ വേണം. ലെറ്റ് ഇറ്റ് ബി എ ഫ്രണ്ട്. ആൻഡ് ഒരു തരത്തിലുള്ള അവോയ്ഡിങ്ങും അവർക്ക് ചിലപ്പോൾ പറ്റില്ല. സോ ദിസ് ഇസ് എ വേ ടു മോട്ടിവേറ്റ്. വെൻ യു ആർ അഫിലിയേറ്റഡ് വിത്ത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, how you mingle, how you are being accepted by them, how you are socially getting along with them is all a reason of being self-motivated. Right? And next is the need for power. Need for power എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ചെയ്യാൻ നമുക്ക് എത്രത്തോളം പവർ എക്സസൈസ് ചെയ്യാൻ പറ്റും. ഒരു ഹൈ പവർ വേണ്ട ആൾക്കാർക്ക് ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. ക്ലിയർ? സോ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ ഒരു ഇൻഫ്ലുവൻസിൽ എൻജോയ് ചെയ്യുന്ന ആളാവും, ആ ഒരു പൊസിഷനിലും കൺട്രോളിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളാവും. അപ്പോൾ കൂടുതൽ പവർ ഉണ്ടാവുമ്പോൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് എ നീഡ് ഫോർ പവർ ഇൻ ദ ഓർഗനൈസേഷൻ. ആൻഡ് നെക്സ്റ്റ് ഇസ് ദ നീഡ് ഫോർ അച്ചീവ്മെന്റ്. അതാണ് ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ഒരു മോട്ടിവേഷണൽ നീഡ്. കാരണം റിഫ്ലെക്ട്സ് ദ നീഡ് ടു ഡു ബെറ്റർ. എപ്പോഴും കുറച്ചും കൂടി നന്നാക്കായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യണം. സോ എപ്പോഴും ആ ഒരു അച്ചീവ്മെന്റിന്റെ ആവശ്യകത ഉണ്ട്. എംപ്ലോയീസ് വിത്ത് എ ഹൈ നീഡ് ഓഫ് അച്ചീവ്മെന്റ് ഡിറൈവ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഒരു നീഡ് ഓഫ് അച്ചീവ്മെന്റ് ഉള്ള ആൾക്കാർ ആ നീഡിലെത്തുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര ഗ്രേറ്റ് ആണ്. പിന്നെ മാക്ലെലൻ പറയുന്നുണ്ട്, ഒരു അച്ചീവ്മെന്റ് സിൻഡ്രോമിനെ കുറിച്ച് പറയുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഹൈ നീഡ് ഓഫ് അച്ചീവ്മെന്റ് ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു സിൻഡ്രോമാണ് അച്ചീവ്മെന്റ് സിൻഡ്രോം. അവർക്ക് എപ്പോഴും എന്തെങ്കിലും അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ക്ലിയർ? അപ്പോൾ പിന്നെ പലതരത്തിലുള്ള റിസ്ക് ഉണ്ട്. മോഡറേറ്റ് റിസ്ക് ഉണ്ട്. ഇപ്പോൾ ഹൈ നീഡുള്ള അച്ചീവ്മെന്റ് ഉള്ള ആൾക്കാർക്ക് കുറച്ച് ഇൻഡെക്സുകൾ പറയുന്നുണ്ട് മെക്ലെലൻഡ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മോഡറേറ്റ് റിസ്ക് ഉള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഹൈ നീഡ് ഓഫ് അച്ചീവ്മെന്റ് ഉള്ള ആൾക്കാർ അധികം റിസ്ക് എടുക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗോള് കുറച്ച് ചാലഞ്ചും എന്നാൽ ഒരുപാട് റിസ്ക് ഇല്ലാത്ത ഒരു കാര്യം. ക്ലിയർ? ഹൈ എപ്പോഴും നമ്മളൊരു കോമൺ സെൻസ് പറയുന്നത് എന്താ വെച്ചാൽ ഹൈ അച്ചീവേഴ്സ് ടേക്ക് ഹൈ റിസ്ക് എന്ന് പറയും. പക്ഷെ അത് തെറ്റാണ്. ഹൈ അച്ചീവേഴ്സ് എപ്പോഴും ഹൈ റിസ്ക് എടുക്കുന്ന കൂട്ടത്തിലാവില്ല. ചിലപ്പോൾ അവർ ഫസ്റ്റ് ഡേ മുതൽ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാവും. അപ്പോൾ അവർക്ക് അധികം റിസ്ക് എടുക്കേണ്ടി വരില്ല. സോ നീഡ് ഫോർ അച്ചീവ്മെന്റ് ഉള്ള ആൾക്കാർ മോഡറേറ്റ് ആയിട്ട് റിസ്ക് എടുക്കുന്ന ആൾക്കാരാവും. പിന്നെ ഹൈ നീഡ് ഓഫ് അച്ചീവ്മെന്റ് ഉള്ള ആൾക്കാർ ഒരു പ്രിസൈസ് അവരുടെ വർക്കിനെ കുറിച്ച് ഒരു പ്രിസൈസ് ഫീഡ്ബാക്ക് കിട്ടണം എന്നുള്ള ആൾക്കാരാവും.
ക്ലിയർ? അതായത് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യണു. സോ സഡൻ ഫീഡ്ബാക്ക് ഇസ് നെസസറി ഫോർ ദം. നന്നായി അച്ചീവ് ചെയ്യുന്ന ആൾക്കാർ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവരുടെ പെർഫോമൻസിനെ കുറിച്ച് അവർക്ക് എപ്പോഴും ഒരു ഫീഡ്ബാക്ക് കിട്ടണം എന്നുള്ള ഒരു തോന്നലുണ്ടാവും. സോ first point what I told is that they always take moderate risk and they want sudden feedback. And next is accomplishment. People with high need of achievement find accomplishing task. ക്ലിയർ? ഒരു മെറ്റീരിയൽ റിവാർഡ്സ് ഒന്നല്ല, ടാസ്ക് അച്ചീവ് ചെയ്യുമ്പോഴാണ് അവർ ഹാപ്പി ആവണത്. അല്ലാതെ അവർക്ക് കുറച്ച് സാലറിയോ റെമ്യൂണറേഷനോ കിട്ടുമ്പോഴല്ല. നമുക്ക് ചിലപ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കുന്ന ടാസ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് അവരുടെ അച്ചീവ്മെന്റ്. അല്ലാതെ അവർക്ക് മെറ്റീരിയൽ ബെനിഫിറ്റ്സ് അല്ല ഇമ്പോർട്ടൻറ്റ്. സോ അക്കംപ്ലിഷ്മെന്റ് ഇസ് കൺസിഡേർഡ് ആസ് എ ഡിസയർ ടു ഡ്രൈവ്, റൈറ്റ്? ആൻഡ് നെക്സ്റ്റ് ഇസ് പ്രീ ഓക്യുപ്പേഷൻ വിത്ത് ടാസ്ക്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ദേ ഡു മോസ്റ്റ് വർക്ക് ഹിംസെൽഫ്. അതായത് വേറൊരാളെ കൊണ്ടല്ല ചെയ്യുക, അവരവർക്ക് തന്നെ ചെയ്യും. ദേ ടേക്ക് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. വേറൊരാൾക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കില്ല. സോ ഈ 4 ഇൻഡിസസ് അല്ലെങ്കിൽ ഈ 4 പ്രത്യേകതകളാണ് നീഡ് ഫോർ അച്ചീവ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ. 4 തരത്തിൽ അവർ ഹയർ നീഡ് ഫോർ അച്ചീവ്മെന്റ് ഉള്ള ആൾക്കാർ മോഡറേറ്റ് റിസ്ക് എടുക്കുള്ളൂ. ദേ നീഡ് സഡൻ ഫീഡ്ബാക്ക്. They always believe in accomplishment and not material rewards. And finally, they are preoccupied with the task. ടാസ്കിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ്. ആ ടാസ്കിന്റെ റെസ്പോൺസിബിലിറ്റി അവർ വേറെ ആർക്കും കൊടുക്കില്ല. അതിന് ഫെയിലിയർ വന്നാലും they are ready to take that responsibility also. This is McClelland's need theory of motivation. So far we have seen what is Maslow's need hierarchy theory, Herzberg's two-factor theory, and now you are speaking about the McClelland's achievement motivation theory, need theory or achievement motivation theory. And next is one of the important theory X and theory Y. നിങ്ങളുടെ ക്ലാസ് ടെക്സ്റ്റിലുള്ളതിനെ പിക്ചറൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സെയിം തിങ് ഐ എം സേയിങ്, റൈറ്റ്? So theory X and theory Y. Who is the person behind theory X and theory Y? Yes, Douglas McGregor. It is the McGregor who has propounded the theory. So theory X says that the assumption is that the employees dislike work. ആൾക്കാർക്ക് വർക്ക് ഇല്ല, 2 അസംഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. തിയറി എക്സ് പറയുന്നത് എംപ്ലോയീസിന് ഡിസ്ലൈക്ക് വർക്ക്, ലേസി ആണ്. സ്വതുവേ എംപ്ലോയീസിന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അവരെ മടിയന്മാരായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവർക്ക് വർക്ക് ഇഷ്ടമല്ല, അവർ ലേസിയാണ്, അവര് ഡിസ്ലൈക്ക് റെസ്പോൺസിബിലിറ്റി അവർക്ക് താല്പര്യമില്ല. ക്ലിയർ? അവരെ ഫോഴ്സ് ചെയ്യണം അവർ പെർഫോം ചെയ്യണമെങ്കിൽ. തിയറി വൈ പറയണത് എന്താ വെച്ചാൽ എംപ്ലോയീസിന് വർക്ക് ഇഷ്ടമാണ്, ദേ ആർ ക്രിയേറ്റീവ്, ദേ സീക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് ദേ ക്യാൻ എക്സസൈസ് സെൽഫ് ഡയറക്ഷൻ. അവർക്ക് സ്വമേധയാ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇത് രണ്ടുമാണ് തിയറി എക്സും തിയറി വൈയും പറയുന്നത്. ഇത് രണ്ടും ഹ്യൂമൻ ബിഹേവിയറിന്റെ 2 തിയറി ആയിട്ടാണ് മെഗ്രിഗർ പറയണത്. ക്ലിയർ? ഡുവൽ നേച്ചർ ആണ്, ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡുവൽ നേച്ചർ ആണ് പറയുന്നത്. മെഗ്രിഗർ ബിലീവ് ചെയ്യണത് എന്താ വെച്ചാൽ മാനേജേഴ്സ് നോർമലി അറ്റംപ്റ്റ് ടു മോട്ടിവേറ്റ് പീപ്പിൾ. ഇതിൽ ഏതെങ്കിലും ഒരു അപ്രോച്ച് യൂസ് ചെയ്തിട്ടാവും മാനേജേഴ്സ് പലപ്പോഴും അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ക്ലിയർ? സോ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവര് ഹ്യൂമൻ ബിഹേവിയറിലും ഹ്യൂമൻ നേച്ചറിലും ഒക്കെ ചില ജനറലൈസേഷൻ നമുക്കുണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ്, അത് ജനറലൈസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റാ. സ്വതുവേ കുട്ടികൾക്ക് ഉണ്ടാവുന്ന കൺസെപ്റ്റ്, ഐ മീൻ സ്വതുവേ ടീച്ചേഴ്സിന് കുട്ടികളെ, ഈ പ്രായത്തിലുള്ള കുട്ടികളെ കുറിച്ചുണ്ടാവുന്ന കൺസെപ്റ്റ് ആണ്. അപ്പോൾ അത് പലപ്പോഴും ശരിയായിക്കൊള്ളണം എന്നില്ല എല്ലാവരുടെ കാര്യത്തിലും. ക്ലിയർ? സോ ഡിസിഷൻ മേക്കിങ്ങിന്റെ കാര്യത്തിലായാലും പ്രാക്ടീസസ് ആയാലും ഇപ്പൊ മാനേജർ പറയുന്നത് എന്താ വെച്ചാൽ ക്രൂവാലിറ്റി ഉണ്ടാവും, ഹെയ്റ്റ്രഡ് ഉണ്ടാവും ആൾക്കാരുടെ ഇടയിൽ. അപ്പൊ രണ്ട് ഫിലോസഫിയാണ് മാനേജർ തിയറി എക്സും തിയറി വൈയും പറയണത്. തിയറി എക്സിനെ സംബന്ധിച്ചിടത്തോളം പവർ ഈസ് സുപ്രീം എന്നാണ് നമ്മളുടെ ഇത്. അതായത് പീപ്പിൾ വർക്ക് ചെയ്യുന്ന പീപ്പിൾക്ക് ഒരു അതോറിറ്റിയും ഇല്ല. ക്ലിയർ? വർക്ക് ചെയ്യുന്ന പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അതോറിറ്റി ഇല്ല, സജസ്റ്റ് ചെയ്യാനുള്ള അതോറിറ്റി ഇല്ല. പക്ഷെ അവർക്ക് ആകെ ചെയ്യുന്നത് എന്താ വെച്ചാൽ സുപ്പീരിയർ പറയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് അനുസരിക്കുക എന്നുള്ളതാണ്. ദേ ആർ ലൈക്ക് വാച്ച് ഡോഗ്സ്. ക്ലിയർ? അതുകൊണ്ടാണ് ലൈൻ ഓഫ് അതോറിറ്റി ഗോസ് ഡയറക്ട്ലി ഫ്രം ടോപ്പ് ടു ബോട്ടം. ക്ലിയർ? ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയും ഇല്ല. ഡെലിഗേഷൻ ചിലപ്പോൾ ചെറിയ രീതിയിൽ ഉണ്ടാവും, എന്നാലും ഫുൾ ഇല്ല. പക്ഷേ അക്കൗണ്ടബിലിറ്റി നല്ലോണം ഉണ്ട്. ക്ലിയർ?
എപ്പോഴും പീപ്പിൾ അറ്റ് ദ വർക്ക് ലെവൽ ഹാവ് നോ ഓപ്ഷൻ ബട്ട് ടു ഒബേ ദ അതോറിറ്റി. അതാണ് തിയറി എക്സ് പറയണത്. ക്ലിയർ? തിയറി എക്സിന്റെ കാര്യം തന്നെയാണ് നമ്മൾ വീണ്ടും സംസാരിക്കുന്നത്. അപ്പൊ തിയറി എക്സിന് അസംഷൻസ് ആണ് നമ്മൾ പറയണത്. ആദ്യം തന്നെ ആവറേജ് പേഴ്സൺ ദേ ഡിസ്ലൈക്ക് വർക്ക്. ഇപ്പോൾ സാധാരണ ആൾക്കാർ കണ്ടോ, ആറ്റിറ്റ്യൂഡാണ്, ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് അവിടെ പറയണത്. വി ഡിസ്ലൈക്ക് വർക്ക്, ഫൈൻഡ് ഇറ്റ് ബോറിംഗ് ആൻഡ് വിൽ അവോയ്ഡ് ഇഫ് ഇറ്റ് വി ക്യാൻ. അതായത് നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ വർക്ക് അവോയ്ഡ് ചെയ്യാൻ നോക്കും. കാരണം ആർക്കും അത്ര താല്പര്യമൊന്നുമില്ല. സാധാരണ ഒരു കൺസെപ്റ്റാണ്, ഒരു നെഗറ്റീവ് കൺസെപ്റ്റാണ്. വി മസ്റ്റ് ബി അവരെ എങ്ങനെ ഡയറക്റ്റ് ചെയ്യണോ? വി മസ്റ്റ് ബി ഫോഴ്സ്ഡ് ഓർ കോയേഴ്സ് ടു മേക്ക് ദ റൈറ്റ് എഫേർട്ട്. അവരെ ഫോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ എപ്പോഴും കൺട്രോൾ ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം, ത്രെറ്റൻ ചെയ്യണം പണിഷ്മെന്റുമായിട്ട്. അപ്പൊ നിങ്ങൾ തോറ്റുപോയ അടി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ചെറിയ ക്ലാസ്സിൽ കുട്ടികളെ ത്രെറ്റൻ ചെയ്യില്ലേ, അതേപോലെ ഓർഗനൈസേഷനിൽ ത്രെറ്റൻ ചെയ്യണം. അവരുടെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാ? റെസ്പോൺസിബിലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ അവരെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം അവർക്ക് റെസ്പോൺസിബിലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല, അവരത് അവോയ്ഡ് ചെയ്യാനേ ശ്രമിക്കുള്ളൂ. ക്ലിയർ? അപ്പോൾ പുട്ട് ഓഫ് ദ വർക്ക്, അതായത് നമ്മൾക്ക് പറ്റുമെങ്കിൽ നമ്മൾ വർക്ക് ഒഴിവാക്കുന്ന ടൈപ്പ്. ജനറലി ഒരു ലേസി ആയിട്ടുള്ള ക്യാരക്ടറിനെയാണ് ഇവിടെ തിയറി എക്സിൽ മാനേജർ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ അവരുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്? അവർക്ക് മെയിൻലി മണിയാണ് ആവശ്യം. അപ്പൊ അവരുടെ ഒരു ഫിയർ എന്താ വെച്ചാൽ അവരുടെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഫിയർ മാത്രമേ ഉള്ളൂ. പൈസ വേണം, അല്ലാതെ വേറെ മോട്ടിവേഷൻ ഒന്നും ഇല്ല. അവരുടെ ക്രിയേറ്റിവിറ്റി എന്താവും? നമ്മളെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഓഫ് us ഹാവ് ലിറ്റിൽ ക്രിയേറ്റിവിറ്റി. ക്ലിയർ? അതായത് നിർബന്ധിച്ചാൽ മാത്രം ക്രിയേഷൻ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഐ മസ്റ്റ് സേ ദാറ്റ് മെജോറിറ്റി ഓഫ് അസ്, ഞാൻ അടക്കമുള്ള മെജോറിറ്റി ഓഫ് ആൾക്കാർ നിർബന്ധിച്ചാൽ മാത്രമാണ് ക്രിയേറ്റിവിറ്റി പുറത്തു കൊണ്ടുവരാം. സോ ദ റെഡ് കളർ ഹിയർ ഡെപിക്സ് ദ തിയറി എക്സ്. തിയറി എക്സ് ഒരു റെഡ് ആണ്. അപ്പൊ ഈ ഒരു തിയറിയെ സംബന്ധിച്ചിടത്തോളം വർക്കേഴ്സ് വളരെ പാസീവ് ആണ്. ക്ലിയർ? അവര് ഓർഗനൈസേഷന്റെ നീഡ്സിനൊക്കെ റെസിസ്റ്റ് ചെയ്യണം. എല്ലാത്തിനും ഒരു നെഗറ്റീവ് ആയിട്ടാണ്. അവരെ എന്താ ചെയ്യേണ്ടത്? പുഷ് ചെയ്യണം. പീപ്പിൾ എക്സിനെ സംബന്ധിച്ചിടത്തോളം മാനേജർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ. അപ്പോൾ മാനേജർ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹീസ് ഹാവിങ് ആൻ ഓട്ടോക്രാറ്റിക് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ആൻഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഹിയർ. This is the attitude of manager in the case of theory X. That is, the assumption is that the employees dislike work. They are lazy. They dislike responsibility. And they must be forced to perform. Right? And let us speak about theory Y. Theory Y നെ കുറിച്ച് പറയുമ്പോൾ സാധാരണ ഒരു ആവറേജ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താ? അവർക്ക് വർക്ക് ചെയ്യണം. അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ല, മാനേജർ അവരെ കുറിച്ച് ചിന്തിക്കണത് ഇങ്ങനെയാണ്. അവർക്ക് വർക്ക് ചെയ്യണം, അവർക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, റൈറ്റ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അവർ എൻജോയ് ചെയ്യും. അങ്ങനെ ഒരു തരത്തിലുള്ള ആൾക്കാരുണ്ട്. അവരെ എങ്ങനെ ഡയറക്റ്റ് ചെയ്യുക? അവർ സ്വയം ഡയറക്റ്റഡ് ആണ്. ക്ലിയർ? അതായത് ഒരു ടാർഗറ്റിലേക്ക് അവർ സ്വയം വർക്ക് ചെയ്യും. അത് സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താ? ദേ വിൽ സീക്ക് ആൻഡ് ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി അണ്ടർ ദ റൈറ്റ് കണ്ടീഷൻ. അവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ത് റെസ്പോൺസിബിലിറ്റി. ആൻഡ് മോട്ടിവേഷൻ എങ്ങനെയാ? ഒരിക്കലും മണിയല്ല മോട്ടിവേറ്റഡ്. അവരുടെ ഡിസയർ ആണ് സ്വന്തം പൊട്ടൻഷ്യൽ വളർത്തുക. ദേ ആർ സെൽഫ് മോട്ടിവേറ്റഡ്. ഐ മസ്റ്റ് സേ അതാണ് ഇതിന്റെ എസെൻസ്. ദേ ആർ സെൽഫ് മോട്ടിവേറ്റഡ്. ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ദേ ആർ ക്രിയേറ്റീവ് ക്രിയേച്ചേഴ്സ്. ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിന്റെ രണ്ട് ഫേസ് ആണ്, ലൈക്ക് ടു സൈഡ്സ് ഓഫ് എ കോയിൻ. അതാണ് നമ്മളിവിടെ തിയറി എക്സിലും തിയറി വൈയിലും ഡൗഗ്ലാസ് മാക്ഗ്രിഗർ പ്രപ്പോൺ ചെയ്യണത്. ക്ലിയർ? അപ്പോൾ അതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ, ഈ രണ്ട് കാര്യങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂമൻ നേച്ചർ ആണ് റിവേഴ്സ് സൈഡ് ഓഫ് എ കോയിൻ. സോ ഓപ്പോസിറ്റ് തിയറിയാണ്. ഇതിന്റെ ഡിഫറൻസ് നമുക്ക് പറയാം. തിയറി എക്സിനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ ബീങ്സിന് വർക്ക് ഇഷ്ടമല്ല. തിയറി വൈ ഹ്യൂമൻ ബീങ്സ് ഡു നോട്ട് ഡിസ്ലൈക്ക് വർക്ക്. അവർക്ക് വർക്ക് ഇഷ്ടമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വർക്ക് ഈസ് നാച്ചുറൽ ആസ് പ്ലേ ഓർ റെസ്റ്റ്. ക്ലിയർ? തിയറി എക്സ് പറയുന്നത് പീപ്പിള് ആംബിഷ്യസ് ഇല്ലാത്ത ആൾക്കാരാണ്. ഒരിക്കലും അവർക്കൊരു ഡിസയർ ഇല്ല. വൈ അങ്ങനെയല്ല. പീപ്പിൾ ആർ ആംബിഷ്യസ് ആൻഡ് ആർ കേപ്പബിൾ ഓഫ് ഹാവിങ് സെൽഫ് മോട്ടിവേറ്റഡ് ആണ് അവർ. തിയറി എക്സ് പറയുന്നത് ലെസ് കപ്പാസിറ്റി ആണ്, ലെസ് ക്രിയേറ്റീവ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. തിയറി വൈ അങ്ങനെയല്ല. മോർ കപ്പാസിറ്റി, മോർ വർക്ക്,
ക്ലിയർ. സോ എന്ത് ചേഞ്ച് വന്നാലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ അവർ വില്ലിംഗ് ആണ്. തിയറി എക്സിനെ സംബന്ധിച്ചിടത്തോളം മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് വളരെ കുറവാണ്. കാരണം ഏറ്റവും ലോവർ നീഡ് ആയിട്ടുള്ള മണിയാണ് അവരുടെ മോട്ടിവേഷൻ. പക്ഷെ തിയറി വൈ അങ്ങനെയല്ല, ഹയർ ഓർഡർ നീഡ്സ് ആണ്. കാരണം സെൽഫ് മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ സെൽഫ് ആക്ച്വലൈസേഷൻ്റെ ഒക്കെ പോലത്തെ ഒരു അവസ്ഥയ്ക്ക് എത്തുകയല്ലേ. അപ്പൊ തിയറി എക്സിന് എക്സ്റ്റേണൽ കൺട്രോൾ വേണം, ക്ലോസ് സൂപ്പർവിഷൻ വേണം അങ്ങനെയുള്ള ആൾക്കാരെ. കാരണം അവർക്ക് സെൽഫ് മോട്ടിവേഷൻ ഇല്ല. പക്ഷെ തിയറി വൈന് സെൽഫ് കൺട്രോൾഡ് ആണ്, അവര് സെൽഫ് ഡയറക്റ്റഡ് ആണ്. ക്ലിയർ. സോ തിയറി എക്സിന് നമ്മൾ ആദ്യത്തെ ഫയോളിന്റെ കുറെ പ്രിൻസിപ്പിൾസ്, ചെയിൻ ഓഫ് കമാൻഡ്, സ്കേലാർ ചെയിൻ, സെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി, അതൊക്കെ അസ്യൂം ചെയ്യും. പക്ഷെ തിയറി വൈക്ക് എങ്ങനെയാ, ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ ഡെലിഗേഷൻ ആണ് അവരുടെ ഇമ്പോർട്ടൻറ്റ്. ഇതാണ് കമ്പാരിസൺ. പക്ഷെ ഇതിന് ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു ആരെ, മെഗ്രിഗറിനെ സംബന്ധിച്ചിടത്തോളം. ആൾക്കാരെ ഒരിക്കലും ഇങ്ങനെ ടു എക്സ്ട്രീംസിലേക്ക് മാത്രം വെക്കാൻ പറ്റില്ല. കാരണം ഒരാളും ഉണ്ടാവില്ല തിയറി എക്സിലും തിയറി വൈയിലും ബിലോങ് ചെയ്യണത്. മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ എന്താവും, ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാവും. എല്ലാവരും ഒന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവുമോ? വളരെ കുറച്ച് പേര്, മേ ബി 1%. എല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതും 1%. അപ്പൊ ഇത് രണ്ടുമല്ല, മാത്രമല്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ്. ആൻഡ് ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത്. ജോബ് എന്ന് പറഞ്ഞ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിട്ടാണ് മെഗ്രിഗർ പറയണത്. പക്ഷെ എല്ലാ പേഴ്സൺസിനും ജോബ് ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ അല്ല. മാത്രല്ല ജീവിക്കാൻ വേണ്ടി ജോലി എടുക്കുന്ന ഒരു വലിയ സെക്ടർ ഉണ്ട്. ദിസ് ഇസ് ഓൾ അബൌട്ട് തിയറി എക്സ് ആൻഡ് തിയറി വൈ. ഇത്രയും പിക്ചറൈസേഷൻ കൊണ്ടുവന്നത് പിക്ചറൈസ് ആയിട്ട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് വൈഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. സെയിം തിങ് ഇസ് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ആസ് തിയറി, റൈറ്റ്? So see this, watch this, pause and watch and write down. Clear what you mean by theory X, what you mean by theory Y, what is the difference in theory X, theory Y, how can you compare theory Y and theory X, how can you criticize also. Clear. And the last theory is William Out's theory Z. തിയറി സെഡ് ഒരു ജാപ്പനീസ് മാനേജ്മെന്റ് പ്രോസസ്സിലാണ് വില്യം ഔച്ചിന്റെ തിയറി സെഡ് വരുന്നത്. സെഡ് എന്ന് പറഞ്ഞ ഒരു അപ്രോച്ച്. ഇവിടെ തിയറി സെഡ് ഒരു തിയറി മാത്രമല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും അതർ കൺട്രീസിലൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ. അപ്പോൾ ഒരു 5 ബ്രോഡ് ഫീച്ചേഴ്സ് ആണ് തിയറി സെഡിന് ഉള്ളത്. 5 ബ്രോഡ് ഫീച്ചേഴ്സേ തിയറി സെഡിനുള്ളൂ കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു 5ലും കൂടുതലുണ്ട്. പക്ഷെ 5 ബ്രോഡ് ഫീച്ചേഴ്സ് ആണ് പറയണത്. ഒന്ന് ട്രസ്റ്റ് ആണ്, ട്രസ്റ്റ്, വിശ്വാസം. And next is that strong bond between the organization and the employees. Clear. And next is employees involvement. Clear. And there is no formal structure. And next it is that role of managers to bring coordination rather than in technical factors. Role of managers 1 2 3 4 5 റോൾ ഓഫ് മാനേജേഴ്സ്. ഇവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ 3 3 6 7 എണ്ണായിട്ടാണ് വരുന്നത്. പക്ഷെ 5 എണ്ണാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ട്രസ്റ്റ് തന്നെയാണ് കേട്ടോ. കാരണം ഇതിങ്ങനെ 7 എണ്ണം കിടക്കുന്നത് ഒന്നിനായിട്ട് ഇന്റർലിങ്ക്ഡ് ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഫസ്റ്റ് വൺ ഇസ് ട്രസ്റ്റ്. ട്രസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തിയറി സെഡിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ വില്യം ഔച്ചി പറയുന്നത് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ബിറ്റ്വീൻ എംപ്ലോയീസ്, ട്രസ്റ്റ് ബിറ്റ്വീൻ സൂപ്പർവൈസേഴ്സ്, യൂണിയൻസ്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ട്രസ്റ്റ്, ഇൻറ്റഗ്രിറ്റി, ഓപ്പൺനെസ്. അതായത് ഇൻറ്റഗ്രേറ്റഡ് ഓർഗനൈസേഷനും മ്യൂച്വൽ ട്രസ്റ്റ് ഒക്കെ കുറച്ചും കൂടിയും റിലേറ്റഡ് ആണ്. ആൻഡ് ഈവൻ കോർഡിനേഷൻ ഓൾസോ. ക്ലിയർ. ഇത് മൂന്നും വളരെ ഇന്റർലിങ്ക്ഡ് ആയിട്ടാണ് പറയണത്. അപ്പോൾ മ്യൂച്വൽ, അതായത് ഒരു ഓർഗനൈസേഷനിൽ സർവൈവ് ചെയ്യണമെങ്കിൽ എംപ്ലോയീസ് കോപ്പറേറ്റീവ് ആവണം, കോർഡിനേറ്റഡ് ആവണം, ഓപ്പൺനെസ് ഉണ്ടാവണം. ക്ലിയർ. എന്നാൽ മാത്രമേ കോൺഫ്ലിക്റ്റ് കുറയുള്ളൂ. ഇതാണ് ഏറ്റവും വലിയൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ, ട്രസ്റ്റ്. ഇതൊരു മോട്ടിവേറ്റിംഗ് തിയറി മാത്രമല്ല, ഇതാണ് ഏറ്റവും പ്രാക്ടീസ് ചെയ്യണ ഒരു കാര്യം. And next is strong bond between the organization and employees. There must exist, there should have been a strong bond.
അപ്പൊ ഇവര് പറയണത് എന്താ വെച്ചാൽ ഓർഗനൈസേഷൻ കുറെ മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്യണം ഈ സ്ട്രോങ് ബോണ്ട് കൊണ്ടുവരാൻ. ക്ലിയർ? ഇപ്പൊ ലൈഫ് ടൈം എംപ്ലോയ്മെന്റ് ഒക്കെ ഓർഗനൈസേഷനിൽ കൊടുക്കുന്നുണ്ട് ജാപ്പനീസ് ഓർഗനൈസേഷൻസ് ഒക്കെ. അതായത് ജീവിതകാലം മുഴുവൻ അവർക്ക് ജോലി, ആരെയും പിരിച്ചുവിടുന്നില്ല. അപ്പൊ എന്താ വെച്ചാൽ സ്റ്റെബിലിറ്റി ആണ്. സ്റ്റെബിലിറ്റി ഉണ്ടാവുമ്പോ എന്താ വെച്ചാൽ ഹൈ ആയിട്ട് അവർ വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ ലേ ഓഫ്, ഇപ്പൊ ഒരു പെട്ടെന്നൊരു ജോലി ഒരു ദിവസം വർക്ക് ചെയ്തില്ലെങ്കിലും അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങള്. ക്ലിയർ? സ്റ്റെബിലിറ്റി ഉണ്ടാവുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യണതും പ്രൊമോഷനൊക്കെ നന്നായി കൊടുക്കുക. അപ്പോ പിന്നെ എപ്പോഴും എന്താ അറിയോ, കരിയർ പ്ലാനിങ് എംപ്ലോയീസിന്റെ നല്ലോണം പ്രിപ്പയർ ചെയ്യണം. സ്ലോയിങ് ഡൗൺ ഓഫ് പ്രൊമോഷൻ ഒക്കെ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഫ്രസ്ട്രേഷൻ വരും നമ്മുടെ ഉള്ളിലൊക്കെ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രോങ് ആക്കണം. ഇതാണ് ഒരു സ്ട്രോങ് ബോണ്ട് എംപ്ലോയിക്ക് ഉണ്ടാവാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഓർഗനൈസേഷനിൽ. സോ ട്രസ്റ്റ് മസ്റ്റ് ബി ദർ, സ്ട്രോങ് ബോണ്ട് മസ്റ്റ് എക്സിസ്റ്റ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ദ എംപ്ലോയി ഇൻവോൾവ്മെന്റ്. ക്ലിയർ? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. മീനിങ് ഫുൾ പാർട്ടിസിപ്പേഷൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയിയുടെ ഇൻവോൾവ്മെന്റ് ഭയങ്കര ഹൈ ആവണം. അതായത് എംപ്ലോയിയുടെ ഇൻവോൾവ്മെന്റ് ആണ് ഇവിടെ പറയുന്ന കൺസെൻഷ്വൽ ഡിസിഷൻ മേക്കിംഗ്. എംപ്ലോയി എങ്ങനെയാണ് ഇൻവോൾവ് ആവുന്നത്? ഡിസിഷൻ മേക്കിങ്ങിലൂടെയാണ് ഇൻവോൾവ് ആവുന്നത്. അപ്പൊ എംപ്ലോയീസിന് ഡിസിഷൻ മേക്കിങ്ങിലുള്ള റോളാണ്. അപ്പൊ അവരും കൂടി ജോയിന്റ്ലി ഡിസിഷൻ എടുക്കുമ്പോൾ അവരുടെ ഇന്റിമസി ഓർഗനൈസേഷനിലേക്കുള്ള വളരെ കൂടുതലായിരിക്കും. അവരെ ഇഗ്നോർ ചെയ്യാന്നുള്ളൊരു ഫീലിംഗ് തന്നെ ഉണ്ടാവില്ല. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് ഇൻഫോർമൽ കൺട്രോൾ സിസ്റ്റം, ഓർ യു ക്യാൻ സേ ദാറ്റ് ഫോർമൽ സ്ട്രക്ചർ. രണ്ട് രീതിയിലും പറയാം. തിയറി പറയണത് ഫോർമൽ സ്ട്രക്ചർ വേണ്ട എന്നാണ്. ഇവിടെ നമ്മൾ പറയുന്നു ദർ ഇസ് എ നീഡ് ഫോർ ഇൻഫോർമൽ കൺട്രോൾ സിസ്റ്റം. ഇൻഫോർമലി കൺട്രോൾ ചെയ്യാൻ വേണ്ടത്. അതായത് എന്താണെങ്കിലും ഫോർമലി അല്ല നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ഔച്ചി പറയുന്നുണ്ട്, ഒരു ബാസ്കറ്റ് ബോൾ ടീമിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ദേ പ്ലേ ടുഗെദർ, ദേ സോൾവ് ഓൾ ദ പ്രോബ്ലംസ് ആൻഡ് പിന്നെ അവരേറ്റവും നന്നായിട്ട് അച്ചീവ് ചെയ്യുക ചെയ്യണത്. അതായത് നമുക്കൊരു സ്ട്രക്ചറോ ചാർട്ടോ ഒന്നും വേണ്ട ഓർഗനൈസേഷനിൽ. എപ്പോഴും എല്ലാ ജോലിയും എല്ലാവരെ കൊണ്ടും ചെയ്യിക്കുക. ഗ്രൂപ്പ് സ്പിരിറ്റ്, ടീം സ്പിരിറ്റ്. അപ്പോൾ ഒരു ഇൻഫോർമൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ നല്ല കോർഡിനേഷൻ ഉണ്ടാവും, നല്ലൊരു ഇന്റഗ്രേറ്റഡ് ഓർഗനൈസേഷൻ ആവും. നല്ലൊരു ഇന്റഗ്രേറ്റഡ് ഓർഗനൈസേഷൻ ആവണമെങ്കിൽ നല്ല രീതിയിൽ ഹ്യൂമൻ റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്യണം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു 6 എണ്ണത്തിനെ നമ്മൾ മാറ്റണത്. ഇപ്പൊ റോൾ ഓഫ് മാനേജേഴ്സ് ഹിയർ, അതാണ് ലാസ്റ്റ് ആയിട്ട് പറയുന്നത്. റോൾ ഓഫ് മാനേജേഴ്സ് ഇവിടെ വളരെ ഹൈ ആണ്. വില്യം ഔച്ചി പറയുന്ന ഒരു കാര്യം, മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടാവണം, സ്ട്രോങ് ബോണ്ട് ഉണ്ടാവണം, എംപ്ലോയീസ് ഡിസിഷൻ മേക്കിംഗിൽ ഇൻവോൾവ് ആവണം, ഹ്യൂമൻ റിസോഴ്സിനെ പ്രൊമോഷൻ കൊടുത്ത് വളർത്തണം, ഇൻസെന്റീവ്സ് മസ്റ്റ് ബി പ്രൊവൈഡഡ്, യു ഷുഡ് നോട്ട് ഡിലേ വിത്ത് ദ പ്രൊമോഷൻസ്, ആൻഡ് ദർ മസ്റ്റ് ബി എൻ ഇൻഫോർമൽ കൺട്രോൾ സിസ്റ്റം. ഇത്രയും എക്സിസ്റ്റ് ചെയ്താൽ what will happen? The coordination will be proper, the role of managers in coordinating things will be proper, and the organization will be highly integrated. This is the essence of theory Z, right? With this theory we will wind up the motivation chapter, and next you have the leadership chapter. Clear?